നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരാണ് നമുക്ക് ഏറ്റവും വലിയ ഫുഡ് കൺസൾട്ടന്റ് അല്ലേ. അവർ ഇന്ന് തരുന്ന രുചിയായിരിക്കില്ല നാളെ അല്ലെ. നമ്മൾ ചോദിച്ച് മേടിക്കില്ല, ഓർമ്മയിൽ നമുക്ക് നിന്നിട്ട് അല്ലെ. അവരാണല്ലോ ഏറ്റവും വലിയ ഫുഡ് കൺസൾട്ടന്റ്. അപ്പോ അവർ തന്നിരിക്കുന്ന ഒരു രുചിയുണ്ട് അല്ലെ. ആ രുചിക്കൂട്ടിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എവിടെ പോയാലും, എവിടെ ജോലിക്ക് പോയാലും നമ്മൾ എപ്പോഴും ആ രുചിക്കൂട്ട് അന്വേഷിച്ച് നടക്കും. ശരിയല്ലേ? നമ്മൾ കഴിച്ച ഇനിയിപ്പോൾ ഈവൺ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമലി ഒരു ഫുഡാണെങ്കിൽ പോലും ആ ഫുഡിൽ എന്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, ആ ഫുഡിന്റെ ടേസ്റ്റ് ബഡ്സിനെ എങ്ങനെ മാറ്റാം, അതിനും മികച്ചത് എന്തുണ്ട് നമ്മളെപ്പോഴും തേടാറ് അല്ലെ. അപ്പൊ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹോട്ടൽ ഉടമ, റെസ്റ്റോറന്റ് ഉടമ, ഒരു കഫേ എന്ത് നടത്തുന്ന ആളാണെങ്കിലും അയാൾക്ക് ആ സ്ഥാപനം നടത്തി പോകാൻ, അത് വിജയിപ്പിക്കാൻ, അത് സക്സസ് ചെയ്യാൻ അയാൾക്ക് തീർച്ചയായിട്ടും ഒരു രുചിക്കൂട്ട് നിർബന്ധമായിട്ടും വേണം. വേണ്ടേ? ആ രുചിക്കൂട്ടുള്ളവിടത്തല്ലേ